കയറിയിട്ട് ആകെ കുടുങ്ങിയല്ല റബ്ബേ, ചവിട്ടിട്ട് മുന്നോട്ട് പോകുന്നില്ല, സ്റ്റെക്കായി. ബീച്ച് നമുക്ക് ഫുള്ളായിട്ട് കാണാം, പാർക്കും ഫുള്ളായിട്ട് കാണാം. അടിപൊളി വ്യൂ ആട്ടോ, മുകളിൽ നിന്ന് നല്ല കാറ്റും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മുഫീദ ഫുൾ ഫ്രം മൈ ഫിഷ്. ഇന്നൊരു പേഴ്സണൽ ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പെരുന്നാളും വിഷുവൊക്കെ കഴിഞ്ഞിട്ട് വെക്കേഷനൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ആകെ കുഴപ്പത്തിലാണ് കേട്ടോ. അപ്പം കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണാം. നമ്മൾ ഒരുപാട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ്, ഫ്രോക്ക് മേക്കിംഗ് വീഡിയോസ്, ട്രിക്സും ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബോട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, നമ്മൾ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിലെ പള്ളിക്കര ബീച്ചിലാണ് കേട്ടോ. ബേക്കൽ ഫോർട്ടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്താണിത്. അപ്പോൾ കുറേ പട്ടി ഷോ വീഡിയോസൊക്കെ എടുത്തിട്ട് എല്ലാം ഫ്ലോപ്പായ കുറേ കോമഡീസൊക്കെ കേട്ടോ. വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം, പേഴ്സണൽ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രൻസിൽ ഇതുപോലെ നന്നായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻട്രൻസ് ഫീ ഒന്നും ഇല്ല ഇവിടെ. അപ്പോൾ നമുക്കിങ്ങനെ കയറി കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ റൈഡ്സൊക്കെ കയറുമ്പോഴാണ് പൈസ വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ്. ഇതിൽ കോമഡിയാണ് കേട്ടോ. ഇത് ഫുൾ ഞാൻ എൻ്റെ വീഡിയോ എടുത്തു അത് കാണുന്നില്ല, പക്ഷെ നമുക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് ഇത്. എന്ത് JCB നോക്കുക. നിന്നെ കാണുന്നൊന്നുമില്ല, ഇരുട്ട്. നാലാമത്തെ ടേക്ക് ആകുമ്പോഴേക്കും ഞാൻ തളർന്നു കേട്ടോ. വീഡിയോ എടുക്കുന്ന ആൾക്കാരും തളർന്നു. അപ്പോൾ അവരെ അധികം മുഷിപ്പിക്കണമെന്ന് വെച്ചാൽ നാലാമത്തെ ടേക്ക് ഞാൻ തന്നെ എടുത്തിട്ടോ. നമ്മൾ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഈ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം കിട്ടിയത് സ്കൈ ഡൈനിങ്, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പം മക്കൾ എന്തെങ്കിലും സൈഡാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് മക്കൾക്കില്ല കുറച്ച് പാർക്കിലൊക്കെ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളിതുണ്ടോ, ഇതാണ് നമ്മളെ പിന്നെ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ അറ്റൻഷൻ ഇങ്ങോട്ടേക്ക് തന്നെ കേട്ടോ. എന്താ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇല്ല ആ ഒരു ഇതിൽ തന്നെ കേട്ടോ. നമുക്ക് ഇന്നിവിടെ എല്ലാ വെറൈറ്റീസ് ആയിട്ടുള്ള ഗെയിംസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ഏരിയയിലാണ് നമ്മളെ മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പം കുട്ടികൾ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കാന്ന് വെച്ചിട്ടുണ്ടോ, ഇതിലാണ് കേട്ടോ നമ്മൾ മെയിൻ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ ഒരു ഊഞ്ഞാലൊക്കെ നമ്മൾ റീൽസിലും കാര്യങ്ങളിലൊക്കെ കാണുന്ന ആ ഒരു ഊഞ്ഞാലൊക്കെ ഇവിടെയാണുള്ളത്. ഇവിടുത്തെ ആകാശത്തൊട്ടിലാണ് കേട്ടോ മെയിൻ ഹൈലൈറ്റ്. എന്തൊരു വലിയ ആകാശത്തൊട്ടിൽ എന്ന് പറയുക, എൻ്റെ വീട്ടിൽ ആകാശത്തൊട്ടിൽ കയറാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം മക്കൾ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഫൺമാനിൽ കയറി കേട്ടോ. കുട്ടികൾ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാവധാനത്തിൽ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ. അപ്പോൾ മക്കളൊന്ന് എൻഗേജ്ഡാക്കാൻ വേണ്ടിയാണ് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഫ്രണ്ട്സ്, ഹസ്ബൻഡ്, ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് സിസ്റ്റർ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ മക്കളൊക്കെ, എൻ്റെ മോനും സിസ്റ്ററിൻ്റെ മോനും പിന്നെ ആ ഫാമിലി ഫ്രണ്ട്സ്, ഹസ്ബൻഡ് ഫ്രണ്ട്സും അങ്ങനെ കുറച്ച് കസിൻസൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ മോളിങ്ങനെ ഇടങ്ങാറാക്കിയിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. നല്ല മഴക്കാറെന്ന് പറഞ്ഞാൽ നല്ല മഴക്കാറ്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഈ മഴ, പക്ഷേ ഇന്ന് തന്നെ മഴ പെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ നമ്മളെല്ലാ പ്ലാനിങ്ങും തെറ്റുമെന്നുള്ളൊരവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പോൾ മഴ അത്ര ആഗ്രഹിക്കുന്നുണ്ട്, എന്നാലും അങ്ങനെ നമ്മൾ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇവരിതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ മാളിലൊക്കെ പോയതിനേക്കാളും ഒരുപാട് സമയം ഇവർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടെ ഈ ഫൺമാനിൽ നമ്മൾ സാധാരണ മാളിലൊക്കെ പോയ പോലെ കോയിൻസ് എടുത്തിട്ടാണ് കേട്ടോ, നമ്മൾ ഓരോ കോയിൻസ് അനുസരിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ബാക്കി നമ്മൾ എൻട്രൻസിനൊന്നും ഫീ ഇല്ല കേട്ടോ. അപ്പം ബാക്കിയുള്ള ഓരോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് അവസ്ഥ, നമ്മൾ പുറത്ത് കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഓപ്പണായി വന്നതേ ഉള്ളൂ കേട്ടോ ഈവനിങ് ആ ഒരു ടൈമിൽ. പിന്നെ നമ്മൾ നൈറ്റ് ആയ സമയത്താണ് ഫുൾ ആ ഒരു വൈബ്, കറക്റ്റ് ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ലൊരു ഫുൾ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടോ, മക്കളെ കൂട്ടി പോയപ്പോൾ ഈ ഒരു ട്രെയിനിൽ. അപ്പോൾ എല്ലാവരും മക്കളൊക്കെ പിടിച്ച് കയറ്റി ഞാനും പിന്നെ ഇത് കയറിയിട്ടുണ്ട്. കുറേ ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും ഓരോ ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ഒരു സമയത്തുള്ളത്. അപ്പോൾ കുറച്ച് മക്കളും ഞാനും ഈ ട്രെയിനിൽ കയറി. ഇതിനിടയിൽ എൻ്റെ പൈസ മിസ്സായിട്ടോ. ഞാനിങ്ങനെ ഫോണും ഇതൊക്കെ ഇങ്ങനെ വേഗം എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് 300 രൂപേൻ്റെ മിസ് ചെയ്തുണ്ടോ. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതുണ്ട് ഈ ഊഞ്ഞാൽ. ഇത്രയും സമയമായിട്ട് ഒരാൾ പോലും കയറിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായത്.
അങ്ങനെ നമ്മൾ പൈസ മിസ്സായത് ഇങ്ങനെ സെർച്ച് ചെയ്ത് ലാസ്റ്റ് 100 റുപ്പീസ് കിട്ടിയിട്ടുണ്ടായിട്ടോ. 200 റുപ്പീസ് മിസ്സായി. 100 റുപ്പീസിൽ 3 നോട്ട് ഉണ്ടായിട്ടോ. അതങ്ങനെ മിസ്സായി പോയിട്ടുണ്ടായി. പിന്നെ നമ്മൾ തുർക്കിഷ് ഐസ്ക്രീം പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നുണ്ട്. അപ്പം മോള് ചെയ്തു. മോള് വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി റീൽസ് ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, നമ്മുടെ യൂട്യൂബിൽ തന്നെ. അപ്പോൾ ഓരോ ടൈം ആൾ സംഭവം കിട്ടിയ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിട്ടോ. അതിനിടയിൽ എൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിട്ടോ. ഞാൻ പിന്നെ മറ്റേ ഫോണിന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ക്ലിയർ ഇല്ലാത്തത്. ഇതാരോ സിസ്റ്ററോ കസിൻസായിട്ട് ആരോ എടുത്ത വീഡിയോ ആണിത്. അത് വായിച്ചാ പിടിക്കല്ല. ഇങ്ങോട്ടാ കിട്ടും. അങ്ങനെ മക്കളൊക്കെ നമ്മൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കൊടുത്ത് തിന്നാനൊക്കെ വാങ്ങിച്ചു കൊടുത്ത് മക്കളൊക്കെ ഒരു സൈഡാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ എക്സ്പ്ലോറിങ്ങിലേക്ക് പോയത്. അപ്പം ഇത് സിസ്റ്ററാണ് കേട്ടോ ഈ എംബയിൽ വിടുന്നത്. നമ്മളെ മുമ്പിൽ കയറിയ 2 ഫ്രണ്ട്സും ഇവിടെ സ്റ്റക്കായിട്ടുണ്ടായിട്ട് പകുതി ഭാഗത്തെത്തിയപ്പോൾ 2 ആൾക്കാരും സ്റ്റക്കായി. ഒന്നിച്ചിട്ടാണ് 2 സൈക്കിളും ഇട്ടിട്ടുണ്ടായത്. 2 ആൾക്കാരും സ്റ്റക്കായി. ഒരാൾ സ്റ്റക്കായ സമയത്ത് തന്നെ അടുത്താൾ സ്റ്റക്കായി. അങ്ങനെ അയാൾ ആ റോപ്പ് വേയിലേക്ക് പോയിട്ടാണ് കേട്ടോ അവരങ്ങോട്ടേക്ക് മൂവ് ആക്കിയിട്ടുണ്ടായത്. അപ്പം നന്നായിട്ട് ചവിട്ടണം എന്ന് പറഞ്ഞു. അതാണ് സിസ്റ്റർ ഇത്രയും സ്പീഡിൽ പോയത്. അപ്പോൾ ഞാനവിടെ സൈക്കിളിന് മുകളിൽ കയറിയിട്ടുണ്ടായി. എന്നോട് പറഞ്ഞു ഇത്ര സ്പീഡിൽ പോകണ്ട, കാരണം നമ്മൾ ഓവർ സ്പീഡിൽ പോയാൽ റോപ്പിൽ നിന്ന് സൈക്കിൾ തെന്നാൻ ചാൻസ് ഉണ്ട്, പിന്നെ അത് സ്റ്റക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഒരാൾ അവിടെ എത്തിയതിന് ശേഷമാണ് കേട്ടോ നെക്സ്റ്റാണ് എന്നെ വിട്ടിട്ടുണ്ടായത്. അപ്പോൾ എൻ്റെ സൈക്കിൾ കുറച്ചും കൂടി ചെറുതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വരുന്ന വീഡിയോ കാണാം. കോമഡി എന്ന് വെച്ചാൽ മരണ കോമഡിയാണ്. ഈ ആകാശത്തോണി ഇതുണ്ടോ ഭയങ്കര വലുതാണ് കേട്ടോ. നമ്മൾ സാധാരണ ഫെസ്റ്റിവലൊക്കെ കാണുന്നതിനേക്കാളും വലുതാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഹൈറ്റിലുണ്ട് കേട്ടോ. ഞാൻ നല്ല സ്ലോയിലാണ് വരുന്നത്, കാരണം സിസ്റ്റർ അത്ര സ്പീഡിൽ പോയതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നല്ല സാവധാനത്തിലാണ് കേട്ടോ ചവിട്ടിയിട്ട് വരുന്നത്. ഭയങ്കര കോൺഫിഡൻസിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഹാഫ് ഭാഗം എത്തിയപ്പോൾ തന്നെ സൈക്കിൾ മൂവാന്നില്ല. നമ്മൾ ആ ഒരു ഇതിൽ ചവിട്ടുന്നത്ര അങ്ങോട്ട് സൈക്കിൾ അങ്ങോട്ട് മൂവാന്നില്ല. അപ്പോൾ ഞാൻ സിസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓളെങ്ങനെ വരുന്നു നോക്കാൻ വേണ്ടി ഒന്ന് നോക്കുകയാണ്. അപ്പോഴേക്കും എൻ്റെ സൈക്കിളവിടെ സ്റ്റക്കായിട്ട് പിന്നെ ഇങ്ങനെ ചവിട്ടിയിട്ട് മുമ്പോട്ട് ചവിട്ടിയിട്ട് എങ്ങനെ പോകുന്നില്ല. അപ്പം ഞാൻ എന്താക്കി, പിന്നെ അയാൾ അവിടെ നിന്ന് എന്തൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, ചവിട്ടുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം സിസ്റ്റർ അയാൾ സ്പീഡ് കുറക്കാൻ പറഞ്ഞുകൊണ്ട് ആ ഒരു നോർമൽ സ്പീഡിലാണ് പിന്നെ പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അവസ്ഥ ഞാനവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചമ്മാൻ്റെ റബ്ബേ ഇതെന്തെനിക്ക് ചെയ്യാം, കയറിയിട്ട് ആകെ കുടുങ്ങിയല്ലോ എന്നുള്ള അവസ്ഥയാണ് കേട്ടോ. ചവിട്ടിയിട്ടാണെങ്കിൽ മുന്നോട്ട് പോകുന്നില്ല ഇതിങ്ങനെ. അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് പിറകോട്ട് ചവിട്ടിയിട്ട് മുമ്പോട്ട് കുറച്ചാക്കുമ്പം പിന്നെ കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ. പിന്നെ ഞാൻ വീണ്ടും പിറകോട്ടൊന്ന് ചവിട്ടിയിട്ട് ഒന്ന് മുമ്പിലേക്കാകുമ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട്, അങ്ങനെയുള്ള അവസ്ഥയായിട്ട് ആകെ കുടുങ്ങി. അപ്പോഴേക്കും മഴയും പെയ്യാൻ തുടങ്ങിയിട്ടോ. മഴ ഇങ്ങനെ ജസ്റ്റ് നല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വലിയ മഴത്തുള്ളി ഉണ്ടല്ലോ. അപ്പോൾ ഏകദേശം അവിടെ എത്തിയപ്പോൾ ഞാൻ ചെന്നാൽ അയാൾ ബാക്കി വന്നിട്ട് ഹെൽപ്പ് ചെയ്യാമായിരിക്കും എന്ന് ചോദിച്ചേ. അയാൾ ഹെൽപ്പൊന്നും ചെയ്യുന്നില്ല. അവിടെ എത്തുന്നവരെ അയാൾ ഒന്നും പിടിക്കുന്നില്ല. ചവിട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയ വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഒരു അത്ര സേഫിൽ തന്നെയല്ല നമുക്ക്. എന്തായാലും നമ്മളവിടെ തൂങ്ങി നിൽക്കുന്നില്ല, കാരണം നമ്മൾ മുമ്പിൽ കയറിയ ആൾക്കാരൊക്കെ അല്ലേ അവർ സ്റ്റക്കായിട്ടും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ധൈര്യം ഉണ്ടായിട്ടാണ്. അപ്പോൾ ഇതാണ് ആകാശത്തൊട്ടില്ല. ശരിക്കും നോക്കുമ്പോൾ നല്ല വലുതാണ്, അതുപോലെ തന്നെ നല്ല ഹൈറ്റിലും ഉണ്ട്. നമ്മളിപ്പോൾ നമ്മൾ നാട്ടിലൊക്കെയുള്ള ഫെസ്റ്റിലേക്ക് എന്നിട്ടുള്ള ആകാശത്തൊട്ടിലിനേക്കാളും തൂണിനേക്കാളും വലുതാണ് ഇത്. ആകാശത്തൊട്ടിലല്ല, ആകാശത്തൂണി എന്താണ് പറയാത്ത അതാണ് സംഭവം. അപ്പോൾ ഇത് നല്ല വലുതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ റിട്ടേൺ വരുന്ന സമയത്ത് ഞാൻ അയാളോട് ചോദിച്ചിട്ടോ എങ്ങനെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു നന്നായിട്ട് ചവിട്ടണം, പിന്നെ തീരെ സ്പീഡ് കുറക്കാൻ പാടില്ല. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നല്ല ഉഷാറായിട്ട് ചവിട്ടിയിട്ടുണ്ട്, പക്ഷേ അത്ര സ്പീഡിലൊന്നും വന്നിട്ടില്ല. പിന്നെ എനിക്ക് താഴെ നോക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടോ. നല്ല കുറേ ആൾക്കാർ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളെന്തോ സ്റ്റാർ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. 150 റുപ്പീസാണ് കേട്ടോ ഇതിന് ചാർജ് ചെയ്ത് സൈക്ലിങ്.
പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെ കുറേ കണ്ടോ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മുടെ വാൾ ഇതൊക്കെ ഉണ്ട്, പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വൈഫ്സൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഈ ഒരു സീറ്റിലും കാര്യങ്ങളൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുത്തൊക്കെ സ്കൈ ഡൈനിങ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഇത് കുറേ വീഡിയോസ് കഴിഞ്ഞിട്ട് നമ്മളെ പുതിച്ചിട്ടാണ് ഈ ഒരു സംഭവത്തേക്ക് പോയത്. അപ്പോൾ ഇതുപോലുള്ള സംഭവമൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ അടുത്തുള്ള പള്ളികളിൽ പോകുന്നുണ്ട്. സ്കൈ ഡൈനിങ് കേട്ടോ, അതിന് മുകളിലുള്ള വ്യൂ ആണിത്. അപ്പോൾ ഒരാൾക്ക് 500 റുപ്പീസാണ് കേട്ടോ. അരമണിക്കൂറാണ് നമുക്കിതിൽ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ആണല്ലോ, അപ്പോൾ നമുക്ക് ഫുഡ് ഐറ്റംസൊക്കെ വേണമെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അവിടെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഫുഡും ഡ്രിങ്ക്സൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മളിപ്പോൾ അതൊന്നും ചെയ്തിട്ടുണ്ടായിട്ട് നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ നല്ല പേടി ഉണ്ടാവും കേട്ടോ. അതിന് മുകളിലെത്തുമ്പോൾ നമ്മൾ തീരെ വെയിറ്റ് ഇല്ലാത്ത പോലൊരു ഫീലിംഗാണ് നമുക്ക് ഉണ്ടാവുക. അരമണിക്കൂർ നമുക്കതിൽ സ്പെൻഡ് ചെയ്യാം കേട്ടോ. നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഒരിതിൽ ക്രെയിനിൽ നമ്മളിപ്പോൾ വീഡിയോസിലൊക്കെ കണ്ടല്ലോ, ക്രെയിനിൽ ആണ് സംഭവം ഇങ്ങനെ പൊങ്ങി വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും. പിന്നെ മുകളിലെത്തിയാൽ ഫുൾ ഒരു സ്റ്റേബിളായിട്ട് നമ്മളൊരു അതുമായിട്ട് നമുക്ക് പിന്നെ പേടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ അതിൻ്റെ മുകളിലെത്തിയാൽ നമുക്ക് ഫ്രീ ആവും. അതിന് മുകളിലെ വ്യൂസാണ് കേട്ടോ. നമ്മൾ ഫുൾ നമുക്ക് ബീച്ചും പാർക്കും ഒക്കെ കാണാൻ പറ്റും. നല്ല വ്യൂസാണ്. പിന്നെ നമുക്ക് കുട്ടികളെ നമുക്ക് സെൻട്രൽ ഇരുത്താനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ അവരെടുത്ത് തരും. ഇതാണ് ഇന്നത്തെ നമ്മളെ എക്സ്പീരിയൻസ്.